ഹായ് ഹലോ വിഷാനി ഹിയർ. എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ ചിന്തിച്ച് കാണാം. അപ്പോൾ ഈ ഒരു ബന്ധത്തിലെ കാര്യങ്ങളാണ് നമ്മളൊരു 12 കാർഡ് ഷഫിൾ ചെയ്തിട്ടുണ്ട്. ആ 12 കാർഡുകളിൽ കൂടി പറയുന്നത്. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ വ്യക്തമായ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ്. നമ്മുടെ അടുത്ത് തന്നെ വന്നെടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ആരുടെ വീഡിയോസ് ആണോ കൂടുതൽ റെസനേറ്റ് ആവുന്നത് അവിടെ പോയി നെഗറ്റീവും പോസിറ്റീവും അറിഞ്ഞ് ലൈഫിൽ ഒരു ഗൈഡൻസ് എടുത്തിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അല്ലാതെ ടാരറ്റ് കണ്ട് വിലപ്പെട്ട സമയം കളയാതിരിക്കുക എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് പലതരം ബ്രേസ്ലെറ്റുകൾ അവൈലബിൾ ആണ്. വണ്ണം കൂട്ടാൻ, വണ്ണം കുറയ്ക്കാൻ, ബ്ലാക്ക് മാജിക് മാറ്റാൻ, പ്രണയം ആകർഷിക്കാൻ, പണം ആകർഷിക്കാൻ, കോൺഫിഡൻസിന് വേണ്ടിയിട്ട്, അങ്ങനെ പലതരം കാര്യങ്ങൾക്കായിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ ലഭ്യമാണ്. ഇതൊക്കെ വിശ്വാസമുള്ളവർ മാത്രം ധരിച്ചിട്ടേ കാര്യമുള്ളൂ. താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം. ഈ ഒരു ബന്ധത്തിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. മൊത്തം കാർഡുകൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആരെയാണോ ചിന്തിച്ചത് ആ വ്യക്തി നിങ്ങളെ ഓർത്ത് വളരെയധികം വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നൊരവസ്ഥ. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരാൾ നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ നിശബ്ദമായിട്ട് ദുഃഖിക്കുന്നു എന്നാണ് പറയുന്നത്. അവർ ഈ ഒരു ബന്ധത്തിലോട്ട് നെക്സ്റ്റ് എന്ത് വേണം എന്നുള്ള തീരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കുന്നുണ്ടാവില്ല. അത് നിങ്ങൾക്കും ഒരുപാട് കൺഫ്യൂഷൻസ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാകാം. നിങ്ങളും ഈ ഒരു വ്യക്തിക്ക് വേണ്ടി തന്നെ കാത്തിരിക്കുന്നൊരു അവസ്ഥ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. മെയിനായിട്ട് ഈ കാർഡുകളിൽ നോക്കുമ്പോൾ ബന്ധങ്ങളുടെ വൈകാരികമായിട്ടുള്ള സംഘർഷങ്ങളും മാറ്റങ്ങളും ഒരു പുതിയ തിരിച്ചറിവിലേക്കുള്ള യാത്രയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാർഡുകളെ വിശകലനം ചെയ്യുമ്പോൾ 5 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. നിലവിൽ ചിലപ്പോൾ നിങ്ങളോ അവരോ, ഇപ്പോൾ അവരുടെ എനർജി വെച്ച് നിങ്ങൾ കാണുമ്പോൾ അവരൊരു വലിയ നിരാശയിലൂടെയോ അല്ലെങ്കിൽ ഒരു നഷ്ടബോധത്തിലൂടെയോ കടന്നു പോകുന്നൊരവസ്ഥയാണ്. കയ്യിലുള്ളതിനേക്കാൾ നഷ്ടപ്പെട്ട കാര്യങ്ങളിലാണ് ഈ പറഞ്ഞ വ്യക്തിയുടെ ഒരു ശ്രദ്ധ എന്ന് പറയാം. ടവർ വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇതൊരു തകർച്ചയായിട്ട് തോന്നാമെങ്കിലും സത്യമില്ലാത്ത അടിത്തറകൾ തകർന്നു വീഴേണ്ടത് പുതിയ ഒന്നിൻ്റെ തുടക്കത്തിന് അത്യാവശ്യമാണ് എന്ന് പറയുന്നുണ്ട്. 8 ഓഫ് കപ്പ് പറയുന്നുണ്ട്. വൈകാരികമായിട്ട് സംതൃപ്തി നൽകാത്ത ഒന്നിനെ ഉപേക്ഷിച്ച് അവരോ നിങ്ങളോ നടന്നു നീങ്ങിയിട്ടുണ്ടാകാം. കാരണം ഇത് ഭയങ്കര കഠിനമായിരിക്കാം, എങ്കിലും ആവശ്യമായ ഒരു യാത്രയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 5 ഓഫ് വാൻസ് വരുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലോ അവരുടെ ചുറ്റിലുള്ളവരായിട്ടുള്ളൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ, മത്സരങ്ങൾ, അത് നിങ്ങളെയോ അവരെയോ തളർത്തുന്നുണ്ടാകാം. ഈ ഒരു ബന്ധത്തിൽ, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കാം. നിങ്ങൾക്കും ഉണ്ടാകാം, അവർക്കും ഉണ്ടാകാം. അതുപോലെ തന്നെ ലവേഴ്സ് കാർഡ് വരുന്നുണ്ട്. റിവേഴ്സാണ് വരുന്നത്. കാരണം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിലുള്ള ഒരു ഐക്യം ഇല്ലായ്മേനെയാണ് അത് സൂചിപ്പിക്കുന്നത്. തെറ്റായ തീരുമാനങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ മൂല്യങ്ങളിലെ വ്യത്യാസമോ കാരണം പ്രിയപ്പെട്ടവരായിട്ട് അകൽച്ച അനുഭവപ്പെടുന്നു എന്നൊരവസ്ഥയാണ് പറയുന്നത്. 9 ഓഫ് കപ്പ് റിവേഴ്സാണ്. 10 ഓഫ് കപ്പ് റിവേഴ്സാണ്. ആഗ്രഹിച്ച സന്തോഷം ലഭിക്കാത്തൊരവസ്ഥ എന്ന് പറയില്ലേ ഈ റിലേഷൻഷിപ്പിൽ. കുടുംബത്തിലോ വ്യക്തി ജീവിതത്തിലോ സമാധാനം നഷ്ടപ്പെട്ടതായിട്ടും ഉള്ളിൽ വലിയൊരു ശൂന്യത അനുഭവപ്പെടുന്നതായിട്ടും ഇത് കാണിക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്പ് റിവേഴ്സ് വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ അവർക്ക് പുതിയ ഒരു സ്നേഹബന്ധങ്ങൾക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം വൈകാരികമായിട്ടുള്ള തുടക്കങ്ങൾക്കോ ഉള്ള ഒരു തടസ്സത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. വികാരങ്ങൾ അടിച്ചമർത്തപ്പെടുന്ന ഒരു അവസ്ഥ കാര്യങ്ങളെ പറയുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലും അവരുടെ ഉള്ളിലും സ്നേഹിക്കപ്പെടാനുള്ള തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ആരോടെങ്കിലുമുള്ള ഒരു അടുത്ത ബന്ധം അല്ലെങ്കിൽ ഒരു പുതിയ വാഗ്ദാനം നിങ്ങളുടെയോ അവരുടെയോ മുന്നിലുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു സമയത്ത് ടെമ്പറൻസ് കാർഡാണ് വന്നിട്ടുള്ളത്. ക്ഷമയും മിതത്വവും ഒക്കെ പാലിക്കേണ്ട ഒരു സമയമാണ് എന്നാണ് കാർഡുകൾ ഓർമ്മിപ്പിക്കുന്നത്. വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെ സംയോജിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഈ കാർഡ് ആവശ്യപ്പെടുന്നത്. ജസ്റ്റിസ് കാർഡ് വരുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ അവസാനം സത്യവും നീതിയും നടപ്പിലാകുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ പ്രവൃത്തികൾക്ക് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾക്ക് ഈ റിലേഷൻഷിപ്പിൽ അർഹമായിട്ടുള്ളൊരു ഫലം ലഭിക്കും. നിയമപരമോ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ളതോ ഉള്ള കാര്യങ്ങളിൽ ഈ ബന്ധത്തിൽ ഒരു വ്യക്തത വരും എന്ന് പറയുന്നുണ്ട്.
നിലവിലെ വികാരങ്ങൾ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ആണെങ്കിലും അവരുടെ ആണെങ്കിലും മനസ്സ് ഒരു യുദ്ധക്കളത്തിന് സമാനമാണ് എന്ന് പറയാം. ഒരു വശത്ത് നഷ്ടബോധം 5 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്, തകർച്ച ടവർ കാർഡ് വന്നിട്ടുണ്ട്. ഇത് നിങ്ങളെ അവരെയും വേട്ടയാടുമ്പോൾ മറുവശത്ത് സമാധാനത്തിനും സ്നേഹത്തിനുമായിട്ട് 2 ഓഫ് കപ്പും ടെമ്പറൻസും നിങ്ങളോ അല്ലെങ്കിൽ അവരോ ദാഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരു സ്നേഹം ആവശ്യമാകുന്നൊരു സമയം എന്ന് പറയല്ലേ. കാരണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം മറ്റുള്ളവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നൊരു തോന്നൽ ശക്തമായിട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടാകാം. ഇത് തന്നെയാണ് നിങ്ങൾ ആരെയാണോ ചിന്തിച്ച് ആ വ്യക്തിയുടെ മനസ്സിലും ഉള്ളത്. ഒരു ബന്ധത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നിന്നോ പൂർണ്ണമായിട്ടും, ചിലപ്പോൾ ഈ ബന്ധത്തിൽ നിന്നായിരിക്കാം നിങ്ങൾ പൂർണ്ണമായിട്ടൊരു മോചനം ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ആ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ രണ്ടുപേരുടെയും മനസ്സ് ഇപ്പോഴും ആ പഴയ കാര്യങ്ങളിൽ തങ്ങി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. നെഗറ്റീവായിട്ടുള്ള വശങ്ങളെ പറയുമ്പോൾ പെട്ടെന്നുള്ള തകർച്ചകൾ, ബന്ധങ്ങളിലെ വിള്ളൽ, ആത്മവിശ്വാസമില്ലായ്മ, വൈകാരികമായിട്ടുള്ള ഒറ്റപ്പെടൽ, ഇതിനാണ് നെഗറ്റീവായിട്ട് വരുന്നത്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ മാറ്റങ്ങൾ അനിവാര്യമാണ്, നീതി ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. ആന്തരികമായിട്ടുള്ളൊരു സമാധാനം കണ്ടെത്താനുള്ള ഒരു വഴി ഈ റിലേഷൻഷിപ്പിൽ തുറക്കും എന്ന് പറയുന്നുണ്ട്. ഇതിലെ പരിഹാരങ്ങൾ എന്ന് പറയുമ്പോൾ ടവർ കാർഡ് കാണിക്കുന്നത് മാറ്റം തടയാനാവില്ല എന്നാണ്. കാരണം പഴയത് തകരുന്നത് പുതിയതൊന്ന് പണിയാനാണ് എന്ന് തിരിച്ചറിയുക. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിലപിക്കുന്നത് നിങ്ങൾ നിർത്തുക എന്നാണ് പറയുന്നത്. പിന്നെ ഇതേപോലെ തന്നെ ഏസ് ഓഫ് കപ്പ് റിവേഴ്സ് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കാതെ നിങ്ങൾക്ക് വിശ്വസ്തരായിട്ടുള്ള ആളുകളായിട്ട് പങ്കുവെക്കുകയോ, ഇനി അതിന് നിങ്ങൾക്ക് സാധ്യമല്ല, ഇത് പുറത്തു പറയാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ നിങ്ങൾക്കൊരു ഡയറിയിൽ എഴുതുകയോ ചെയ്യാം. ഓക്കെ, ടെമ്പറൻസ് കാർഡ് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ക്ഷമ വേണം, ധൃതി കാണിക്കരുത് എന്നാണ്. കാരണം നിങ്ങളോ അവരോ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ നീതിപൂർവമാണ് എന്ന് ഉറപ്പുവരുത്താൻ ഈ ജസ്റ്റിസ് കാർഡ് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുന്ന നല്ലതാ, പ്രകൃതിയായിട്ടുള്ള സമ്പർക്കം മനസ്സിനെ ശാന്തമാക്കും എന്ന് പറയുന്നുണ്ട്. സെൽഫ് ലവ്, അതേപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് സ്വയം സ്നേഹിക്കാൻ സാധിക്കുക. നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ സാധിക്കുമ്പോഴാണ് ആ സ്നേഹം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഡോട്ടർ ഓഫ് കപ്സ് വരുമ്പോൾ നിങ്ങളുടെ ആ സർഗാത്മകത എന്താണോ അതിനെ പുറത്തെടുക്കാനാണ് ആവശ്യപ്പെടുന്നത്. കാരണം ഈ ഒരു ബന്ധത്തിൽ ഇത് വളരെ കഠിനമായ ഒരു പരിവർത്തന കാലഘട്ടമാണ് എന്ന് പറയാം. വേദനയുണ്ടെങ്കിലും ഈ ഒരു തകർച്ച നിങ്ങളെയും അവരെയും കൂടുതൽ വ്യക്തതയുള്ള നീതിയുക്തമായിട്ടുള്ളൊരു ജീവിതത്തിലോട്ട് നയിക്കും എന്ന് പറയുന്നുണ്ട്. ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് ആശങ്കപ്പെടാതെ ഓരോ ചുവടും മുന്നോട്ട് പോകുക എന്നൊരു ഗൈഡൻസ് ആണ് തരുന്നത്. കാരണം ഇത് കേവലം ഒരു താൽക്കാലിക പ്രതിസന്ധിയല്ല. കാരണം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഘട്ടം അവസാനിക്കുകയും പുതിയതൊന്ന് ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു എന്താ പറയുക, ഒരു ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷനാണ് പറയുന്നത്. ഇതിലെ കർമ്മഫലം കാര്യങ്ങൾ അതൊക്കെ പറയുമ്പോൾ ശക്തമായിട്ടുള്ള കാർഡുകൾ വന്നിട്ടുള്ളത് ജസ്റ്റിസ് കാർഡാണ്, ടെമ്പറൻസ് ആണ്, ടവറാണ്. കാരണം ഇപ്പം ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും യാദൃശികമല്ല. മുമ്പെടുത്ത ചില തീരുമാനങ്ങളുടെയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെയോ സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണതഫലമായിരിക്കാം ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ വരുന്നത്. ജസ്റ്റിസ് കാർഡ് പറയുന്നത് നിങ്ങൾക്ക് അർഹമായത് ലഭിക്കും എന്നാണ്. നിങ്ങൾ മറ്റുള്ളവരോട് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോട് നിങ്ങൾ 100% നീതി പുലർത്തിയിട്ടുണ്ടെങ്കിൽ കാലം നിങ്ങൾക്ക് അനുകൂലമാകും എന്ന് പറയുന്നുണ്ട്. പക്ഷെ എവിടെയെങ്കിലും നിങ്ങൾ തെറ്റായിട്ടുള്ള വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ട ഒരു സമയമാണ് എന്നും കൂടി പറയുന്നുണ്ട്. കാരണം ബന്ധത്തിൽ ആഴത്തിലുള്ള വിള്ളലുകളെയാണ് പറയുന്നത്. ലവേഴ്സ് കാർഡ് റിവേഴ്സ് ആണ്, 2 ഓഫ് കപ്പ്, ഇതേപോലെ തന്നെ ഡോട്ടർ ഓഫ് കപ്സ്. ഇതെല്ലാം പറയുന്നത് നിങ്ങൾ സ്നേഹത്തിന്, നിങ്ങളും ആയിരിക്കാം അവരും ആയിരിക്കാം, സ്നേഹത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ 9 ഓഫ് കപ്പും 10 ഓഫ് കപ്പൊക്കെ റിവേഴ്സായിട്ട് വരുമ്പോൾ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ, ആരെയാണ് ചിന്തിക്കുന്നത്, അവർക്ക് വേണ്ടി നിങ്ങൾ സ്നേഹവും സമയവും ചിലവഴിച്ചത് ആത്മാർത്ഥമായിട്ടായിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾക്ക് അവിടുന്ന് തിരികെ ലഭിച്ചത് അവഗണനയോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു സന്തോഷത്തിൻ്റെ അഭാവമോ ആയിരിക്കാം. കാരണം ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ആത്മബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ പുറത്തു നിന്നുള്ള ഇടപെടലുകളോ അല്ലെങ്കിൽ ഈഗോ, ട്രസ്റ്റ് ഇഷ്യൂ, ഇത്തരം കാര്യങ്ങൾ ഈ ഒരു ബന്ധത്തിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഏസ് ഓഫ് കപ്പ് വരുമ്പോൾ സ്നേഹിക്കാൻ അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മുൻകാല ട്രോമാസ് കാരണം നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ അടഞ്ഞു കിടക്കുന്നൊരവസ്ഥയാണ്. നിങ്ങളുടെയും അവരുടെയും അത്തരത്തിലായിരിക്കാം. നിങ്ങളുടെ എന്താ പറയുക, സർഗാത്മകമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ഈ വിഷമങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്കൊരു ആശ്വാസം ലഭിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു 3-4 മാസം മാറ്റങ്ങളുടെ വേഗത കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്.
ടവർ കാർഡ് ഈ നിലനിൽക്കുന്നതിനാൽ പഴയ രീതിയിലുള്ള ഒരു ജീവിതം തിരികെ ലഭിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കുകയേ ഉള്ളൂ എന്നും കൂടി പറയുന്നു. എയ്റ്റ് ഓഫ് കപ്പ് പറയുന്നത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരായിരിക്കാം, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു കാര്യത്തിനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ ഉപേക്ഷിച്ച് പുതിയൊരു ലക്ഷ്യത്തിലോട്ട് നിങ്ങൾ യാത്ര തുടങ്ങും, അല്ലെങ്കിൽ അവർ യാത്ര തുടങ്ങും. ആ യാത്രയായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെയോ അവരെയോ ഒരു സമാധാനത്തിലേക്ക് നയിക്കുക എന്ന് പറയുന്നുണ്ട്. ഒരു വിജയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ടെമ്പറൻസ് കാർഡ് വന്നിട്ടുണ്ട്. നമ്മൾ ക്ഷമയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണെങ്കിൽ ഒരു വർഷാവസാനത്തോടു കൂടിയായിരിക്കാം മാനസികമായിട്ടുള്ളൊരു സന്തുലിതാവസ്ഥ തിരികെ വരുന്നതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നീതി നിങ്ങൾക്ക് ലഭിക്കും എന്നും പറയുന്നുണ്ട്. 5 ഓഫ് വാൻസ് വരുമ്പോൾ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളെയാണ് ഈ ബന്ധത്തിൽ പറയുന്നത്. ഓക്കെ, നിശബ്ദത ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാനാണ് പറയുന്നത്. പിന്നെ ഏസ് ഓഫ് കപ്സും ടെമ്പറൻസ് കാർഡും വരുമ്പോൾ ജലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാർഡുകളാണ്. വൈകുന്നേരങ്ങളിൽ ഒഴുകുന്ന ജലത്തിന് സമയം ചെലവഴിക്കുന്നത് നെഗറ്റീവ് എനർജിയെ നീക്കാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. അത് കടലോ കായലോ അങ്ങനെ എവിടെയെങ്കിലൊക്കെ പോയി സ്വസ്ഥമായിട്ട് ഇരുന്ന് പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേരാനാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ താമസ സ്ഥലത്തോ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറയുന്നുണ്ട്. നിങ്ങളുടെ സ്വഭാവത്തിലായിരിക്കാം ഈഗോ, ട്രസ്റ്റ് ഇഷ്യൂ, ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ എന്തൊക്കെയാണ് ഈ ഒരു ബന്ധത്തിൽ മാറേണ്ടത് അതെല്ലാം മാറ്റുക, പൊളിച്ചു പണിയുക. ടവർ കാർഡിന്റെ ഒരു ഊർജ്ജത്തിനെ പോസിറ്റീവായിട്ട് കാണാൻ ഇത് സഹായിക്കും എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ഈ ഒരു വിധി എന്ന് പറയുന്നത് നിങ്ങളെ ഒരു അഗ്നിപരീക്ഷയെ കൂടെ കടത്തിവിടുകയാണ് എന്ന് പറയുന്നത്. അത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആ യഥാർത്ഥ ശക്തിയെ പുറത്തു കൊണ്ടുവരാനും അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാനുമാണ്. സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുക, നീതി നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അതേപോലെ തന്നെ ആ വ്യക്തി, ഇപ്പം നിങ്ങൾ ആരെയാണോ ചിന്തിച്ചത് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് തിരികെ വരുമോ എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അവർ തിരികെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അതൊരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പഴയ രൂപത്തിലായിരിക്കില്ല ആ തിരിച്ചുവരവ് എന്ന് പറയുന്നുണ്ട്. കാരണം 2 ഓഫ് കപ്സും ഡോട്ടർ ഓഫ് കപ്സും ഇതെല്ലാം വരുമ്പോൾ നിങ്ങളുടെ അവരുടെ ഇടയിൽ വൈകാരികമായിട്ടുള്ള ഒരു വലിയ ഇഴയടുപ്പം ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പം ആ വ്യക്തിയുടെ ഉള്ളിലോ നിങ്ങളുടെ ഉള്ളിലോ പൂർണ്ണമായിട്ട് ഈ ബന്ധത്തിനെ പറ്റിയുള്ള ചിന്തകൾ പൂർണ്ണമായും മാഞ്ഞു പോയിട്ടില്ല. ഒരു സംസാരത്തിനോ അല്ലെങ്കിൽ ചെറിയൊരു ഒത്തുതീർപ്പിനോ ഉള്ള സാധ്യതകൾ ഈ കാർഡുകൾ പറയുന്നുണ്ട്. കാരണം ജസ്റ്റിസ് വരുമ്പോൾ അർഹമായത് സംഭവിക്കും എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ ബന്ധത്തിൽ അന്യായമായിട്ടുള്ള ഒരു വേർപിരിയലാണ് ഉണ്ടായതെങ്കിൽ അത് തിരുത്തപ്പെടാൻ വിധി ഒരു അവസരം നൽകും എന്നും പറയുന്നുണ്ട്. തിരിച്ചുവരവിനുള്ള തടസ്സങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തിരികെ വന്നാലും ആ പഴയ ഒരു സ്നേഹവും വിശ്വാസവും അതേപടി ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഈ ഒരു ബന്ധത്തിൽ കുറേ കാര്യങ്ങൾ മാറ്റാനുണ്ട്, ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരാനുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ റിലേഷൻഷിപ്പ് വികാരങ്ങൾ പറ്റിപ്പോയ എന്താ പറയുക ഒരു പുഴ പോലെ അതേപോലത്തെ ഒരു അവസ്ഥയോ അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളോ നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളും ആ ആരെയാണോ ചിന്തിക്കുന്നത് ആ വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനം, ഫൗണ്ടേഷൻ തകർന്നു കിടക്കുകയാണ് എന്നാണ് കാർഡുകൾ പറയുന്നത്. കാരണം അവർ തിരികെ വരാൻ ശ്രമിച്ചാലും നിങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ ശ്രമിച്ചാലും ചിലപ്പോൾ കുടുംബാംഗങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നുള്ള കടുത്ത എതിർപ്പുകൾ ഉണ്ടാകാം. ഈഗോ, ട്രസ്റ്റ് ഇഷ്യൂ, ഇത്തരം കാര്യങ്ങൾ അതിൽ വേറെ ഉണ്ടാകാം. കാരണം തർക്കങ്ങൾ, മത്സരബുദ്ധികൾ വീണ്ടും ഈ ഒരു ബന്ധത്തിനെ തളർത്താം എന്നാണ് പറയുന്നത്. ഈ റീഡിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഡ് എന്ന് പറയുമ്പോൾ ടവർ കാർഡ് തന്നെയാണ്. ഈ ഒരു ബന്ധം തകർന്നത് ഒരുപക്ഷെ നിങ്ങളുടെ നന്മയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കാം. ഈ ബന്ധത്തിലെ മിസ്റ്റേക്കുകൾ, പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരിക്കാം. കാരണം തകർന്നു വീണ ഒരു കെട്ടിടം പഴയ പോലെ ഒരിക്കലും പണിയാൻ കഴിയില്ല. അതൊരു പുതിയ രീതിയിൽ മാത്രമേ നമുക്ക് പണിയാൻ കഴിയൂ. അതുകൊണ്ട് അവർ തിരികെ വന്നാലും നിങ്ങൾ ആ പഴയ കാര്യങ്ങൾ മറന്ന് പുതിയൊരു വ്യക്തിയായി അവരെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഈ ഒരു ബന്ധം നിലനിൽക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം, ഇത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് പറയുന്നത്. ടെമ്പറൻസ് കാർഡ് പറയുന്നത് ഒരു സമയത്തിന് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക എന്നാണ്. കാരണം നിങ്ങൾ എത്രത്തോളം ആ ഒരു ബന്ധത്തിൽ നിർബന്ധം പിടിക്കുന്നുവോ അത്രത്തോളം ആ വ്യക്തി അകന്നു പോകും എന്നാണ് പറയുന്നത്. നിങ്ങൾ നിശബ്ദമായിരിക്കുകയും സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ 8 ഓഫ് കപ്പ് അത് പറഞ്ഞത് അവർക്ക് നിങ്ങളുടെ ഒരു വില മനസ്സിലാക്കി കൊടുത്ത് നിങ്ങളിലേക്ക് തിരികെ വരും എന്നാണ് പറയുന്നത്. അതിനു മുമ്പ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈഗോ, ട്രസ്റ്റ് ഇഷ്യൂ, കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഇതെല്ലാം നിങ്ങളെ ക്ലിയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് പണ്ടുണ്ടായിരുന്ന കെട്ടിടത്തിനെ പൊളിച്ച് പുതിയൊരു കെട്ടിടം പണിയാൻ സാധിക്കൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തെറ്റ് ആരുടെ ഭാഗത്താണ് എന്ന് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. അതിനുശേഷം ഒരു ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ കൂടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയാം.
അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സംസാരവും അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ചയായിട്ട് തിരികെ വരും എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ കാര്യങ്ങൾ അതിൽ മാറാനുണ്ട്. അത് മാറിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിൽ പൂർണ്ണമായിട്ടുള്ള സന്തോഷം കിട്ടുക എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ അവർ വരുന്ന സമയത്ത് പഴയ പരാതികൾ പറഞ്ഞു തുടങ്ങാതിരിക്കുക. പകരം ടെമ്പറൻസ് കാർഡ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ പക്വതയോടും ശാന്തതയോടും കൂടി തന്നെ അവരെ നേരിടുക എന്നാണ് പറയുന്നത്. കാരണം ആ നീതി ഈ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്ത് സത്യസന്ധമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകൂ എന്നാണ്. കാരണം നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ പറയുന്നത് അവർ തിരികെ വരണം എന്നാണ്. പക്ഷെ ആ വ്യക്തിയുടെ എന്താ പറയുക, ആ വ്യക്തിയും ഇതുപോലെ തന്നെയാണ് ചിന്തിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ എന്തൊക്കെയാണോ ഇഷ്യൂസ് ഉണ്ടായത് അതിനെ മാറ്റാതെ വീണ്ടും നിങ്ങൾ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത് ആ പഴയ വേദനകളിലേക്ക് തന്നെ നിങ്ങളെ എത്തിക്കും എന്നാണ് പറയുന്നത്. അവരുടെ സ്നേഹം സത്യസന്ധമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു ആഴത്തിലുള്ള താല്പര്യത്തിനാണ് പറയുന്നത്. 2 ഓഫ് കപ്പും ഡോട്ടർ ഓഫ് കപ്സും വരുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് തീർച്ചയായും വലിയൊരു ആകർഷണവും വൈകാരികമായിട്ടുള്ളൊരു അടുപ്പവും ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം അവരൊരു സ്നേഹം വെറും ഒരു അഭിനയമായിരുന്നില്ല. തുടക്കത്തിൽ അത് വളരെ സത്യസന്ധവും നിർമ്മലമായിട്ടുള്ളൊരു വികാരമായിരുന്നു. പിന്നീട് ബന്ധങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങളുടെ ഭാഗത്തുള്ള കുഴപ്പങ്ങൾ കൊണ്ടാകാം അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സ്തംഭിച്ച് നിൽക്കുന്ന വികാരങ്ങൾ അതാണ് പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളുടെ അവരുടെയോ സ്നേഹം സത്യസന്ധമല്ല, അല്ലെങ്കിൽ അത് അല്പം അഴുക്ക് പുരണ്ടതോ അല്ലെങ്കിൽ തടസ്സപ്പെട്ടതോ ആണ് എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ രണ്ടുപേരുടെ ഉള്ളിലും ആ പഴയ ശുദ്ധമായ സ്നേഹത്തിനേക്കാൾ കൂടുതൽ നിരാശയും കുറ്റബോധവും വൈകാരികമായിട്ടുള്ള ശൂന്യതയുമാണ് ഉള്ളത്. കാരണം അതിപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയായിട്ട് പറയുന്നുണ്ട്. കാരണം ഈ കാർഡുകൾ പറയുമ്പോൾ 5 ഓഫ് വൺസും ലവേഴ്സൊക്കെ റിവേഴ്സ് വരുമ്പോൾ ആ ഒരു വ്യക്തി തൻ്റെ ഉള്ളിലെ ചിന്തകളുമായിട്ട് വലിയൊരു യുദ്ധം നടത്തുകയാണെന്നാണ് പറയുന്നത്. അവരുടെ സ്നേഹത്തിന് സത്യസന്ധതയുണ്ട്, എങ്കിലും അതിനേക്കാൾ വലുതായി അവർക്ക് മറ്റെന്തോ തോന്നി തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് ഈഗോ ആയിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമായിരിക്കാം. കാരണം ആ ഒരു വ്യക്തി സ്നേഹത്തിന് നൽകുന്ന മൂല്യങ്ങളിൽ നിങ്ങളിൽ നിന്ന് മാറ്റം വന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ആളുടെ സ്വാധീനത്തിലോ അകപ്പെട്ടതുകൊണ്ടായിരിക്കാം ഇത്തരം കാര്യങ്ങൾ നിങ്ങളിൽ സംഭവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ആദ്യം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ ക്ലിയർ ചെയ്യാനാണ് പറയുന്നത്. കാരണം ഈ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനം അതൊരു ശക്തമായിരുന്നില്ല. ഒരു ചെറിയ കാറ്റടിച്ചാൽ പോലും വീഴുന്ന ഒരു അടിത്തറയിലായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിലനിന്നിരുന്നത്. സത്യസന്ധമായിരുന്നെങ്കിൽ പോലും നിങ്ങളുടെ ബന്ധത്തിൽ വരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു കരുത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സ്നേഹം സത്യസന്ധമായിരുന്നു, പക്ഷെ അത് സുസ്ഥിരമായിരുന്നില്ല. അവർക്ക് നിങ്ങളോട് ഇപ്പോഴും സ്നേഹമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ആ സ്നേഹത്തിനെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ആത്മബലമോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇല്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളോ അവരോ സ്വന്തം സുഖത്തിനും താല്പര്യങ്ങൾക്കും മുൻഗണന നൽകുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ വ്യക്തിക്ക് നിങ്ങളോട് സത്യസന്ധത ഇല്ലാതെയായി വന്നത്. ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. ഇതിൽ ജസ്റ്റിസ് കാർഡ് പറയുമ്പോൾ അവർ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് പൂർണ്ണമായിട്ട് സത്യസന്ധത കാണിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അഥവാ ഇനി അവർ കാണിച്ചിട്ടില്ല എന്നാണെങ്കിൽ അതിൻ്റെ ഒരു തിരിച്ചടി അവർക്ക് കിട്ടും. ഒരുപക്ഷെ നിങ്ങളാണ് സത്യസന്ധത കാണിക്കാതിരുന്നെങ്കിൽ അതിൻ്റെ തിരിച്ചടി നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളിപ്പോൾ അവരിൽ നിന്ന് കൂടുതലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അത് നിങ്ങളെ വീണ്ടും മുറിപ്പെടുത്താൻ മാത്രമേ ഉപകാരപ്പെടൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ അവർക്ക് നിങ്ങളോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്, നിങ്ങൾക്ക് അവരോടുണ്ടാകാം. പക്ഷെ അത് എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ബന്ധത്തിനെ സന്തോഷിപ്പിക്കാൻ പര്യാപ്തമായ ഒന്നല്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സ്നേഹത്തിന് ഒരു റീയൂണിയനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ അതിന് നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകളും അവരുടെ ഭാഗത്തുള്ള തെറ്റുകളും മാറ്റി ഈ ഒരു ബന്ധത്തിൽ ഒരു സ്ഥിരത വരേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെയും ആ പറഞ്ഞ വ്യക്തിയുടെയും അല്ലെങ്കിൽ ഈ ബന്ധത്തിലും നിലനിൽക്കുന്ന സാഹചര്യങ്ങളും കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ ആ വ്യക്തി നിങ്ങൾ ആരെയാണോ ചിന്തിച്ചത്, നിങ്ങളുടെ ജീവിതത്തിലെ ഒരാൾ നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ നിശബ്ദമായിട്ട് ദുഃഖിക്കുന്നു എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു റീഡിങ്. അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആയോ നോക്കാം. ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വ്യക്തമായൊരു എനർജി അറിയാൻ നിങ്ങളുടെ വ്യക്തമായൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നമുക്ക് ബ്രേസ്ലെറ്റുകൾ കാര്യങ്ങൾ ലഭ്യമാണ്, പേഴ്സണൽ റീഡിംഗ് ലഭ്യമാണ്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേൻ.